ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുക, ദൈവം വരും. Pray, the Lord will come to you. Praise the Lord, പ്രൈസ് ദ ലോർഡ്. hallelujah, ഹല്ലേലൂയ. അച്ഛൻ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോ അനേക ഭവനങ്ങളിൽ പാരൻസ് സന്തോഷമായിട്ട് പറയുന്ന കാര്യമുണ്ട്. അച്ഛാ, അഭിഷേകാഗ്നിയുടെ സമയം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഹരമാണ്. ആ സമയം കുട്ടികൾ ഓടി വരും. അഭിഷേകത്തിന്റെ സ്വരം കേട്ടാൽ മതി, എന്തെങ്കിലും ചെയ്ത കുട്ടികൾ അത് നിർത്തി അവിടെ വന്ന് ശാന്തമായിരിക്കും. 10,000-കണക്കിന് കുടുംബങ്ങളിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലി ഇറക്കി നിർത്തിവെക്കുക. ഈ സമയം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വപൂർണമായ വചനത്തിന് മുമ്പിലേക്ക് കടന്നു വരിക. പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അത്യപൂർവമായ ഒരു സന്ദർഭം, ദൈവം വരുന്ന സമയമാണിത്. ഇന്ന് നിന്നെ ദൈവം സ്പർശിക്കും. എത്രയോ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക പ്രാർത്ഥന കുടുംബങ്ങളിൽ മഹാത്ഭുതമായി മാറി. മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കള് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിക്കണം. പാരൻസും ശ്രദ്ധിക്കണം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വളരെ ആലസ്യമായി ഇരിക്കരുത്. ദൈവഭയത്തോടെ മക്കളെ വ്യാപരിക്കുക. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിക്കുന്ന കർത്താവിനെ പാട്ടുപാടി നമുക്ക് ആരാധിക്കാം. സാധിക്കുന്നത് പോലെ കൈയടിച്ച് കൂട്ടായ്മയോട് ചേർന്ന് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നിത്യ സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ നിത്യ സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. എല്ലാ മക്കളും കൈകളടിച്ച് ആഹ്ലാദിച്ച് റിലാക്സ് ചെയ്ത് തുള്ളിച്ചാടി ഇടത്തോട്ട് വലത്തോട്ട് കനങ്ങി. ഇതാ ദൈവം സന്ദർശിക്കുന്ന നിമിഷങ്ങളാണിത്. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. എന്റെ പാപങ്ങളെ എല്ലാം കഴുകിടുവാൻ തന്റെ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാക്കോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാക്കോടി ദൂതരുമാ. കൈകൾ ഉയർത്തി കൈയടിച്ച് ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. രണ്ട് കരങ്ങളും നന്നായി സ്വർഗത്തിലേക്ക് ഉയർത്തി കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഓ രാജാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ.
പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ പാവപ്പെട്ട ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. പല നാളുകളായി പ്രാർത്ഥന കുറഞ്ഞ് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഹൃദയങ്ങളുണ്ട്. പല വിധത്തിൽ ദുഷ്ടാത്മ പീഡകളാൽ മനസ്സ് കലങ്ങി വിശ്വസിക്കാൻ പറ്റാത്ത വിധം വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. ഇപ്പോൾ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. തളർന്നവർ, രോഗികൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥിനികൾ, സാമ്പത്തിക ക്ലേശത്തിൽ ഞെരുങ്ങുന്ന ഭവനങ്ങൾ, വിവാഹ തടസ്സമുള്ളവര്, വർഷങ്ങളായി എല്ലാം തകർന്ന് മനപ്രയാസത്തിൽ ഇരിക്കുന്നവർ, കുടുംബകലഹമുള്ളവർ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, സർവ വേദനകളിലേക്ക് എഴുന്നള്ളി വരണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രാർത്ഥിക്കുക, ദൈവം വരും. Pray, the Lord will come to you. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുലിഖിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അവിടെ വരുന്നുണ്ടോ എന്ന് നാം സംശയിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, പ്രാർത്ഥിക്കുന്ന ഒരു മകൾ 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം പഠിക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വിശദമാക്കുന്നൊരു സംഭവം 2 ദിനവൃത്താന്തം 7-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെ സോളമനാണ് പ്രാർത്ഥിക്കുന്നത്. ദേവാലയത്തിൻ്റെ നിർമ്മാണങ്ങളെല്ലാം കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആടുകളെയും ദഹനബലിക്കുള്ള മൃഗങ്ങളെല്ലാം റെഡിയാക്കി ദഹനബലിയെല്ലാം സജ്ജമാക്കിയിരിക്കുകയാണ്. ദേവാലയ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. അനേകം പുരോഹിതന്മാർ ശുശ്രൂഷകൾക്കായി നിരന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സോളമൻ പച്ചയായ ഹൃദയത്തിൻ്റെ ആ നൈർമല്യത്തിൽ, ആ നിഷ്കളങ്കതയിൽ, ആ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും ഉണ്ട്. സോളമന്റെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന. സോളമൻ വലിയ സ്ഥാനത്താണ്. അവൻ ദാവീദിന് ശേഷം വലിയ പ്രതാപത്തോടെ രാജാവായി വാണരുളുകയാണ്. അപ്പനായ ദാവീദിന് ചെയ്യാൻ പറ്റാത്ത ആ വലിയ കാര്യം, ദേവാലയ നിർമ്മാണം വളരെ മനോഹരമായി അവൻ പൂർത്തിയാക്കി. രാജ്യം മുഴുവൻ സമാധാനം, സമൃദ്ധി. സോളമന്റെ കാലം ഇസ്രായേൽ രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടമാണ്. പക്ഷേ ഇതൊന്നും അവനെ നെഗളത്തിലേക്ക് നയിച്ചില്ല. അവൻ ദൈവത്തിന് മുമ്പിൽ ഭയമുള്ളവനായിരുന്നു. ദൈവഭയത്തോടും ദൈവത്തിന് മുമ്പിൽ ദൈവഭക്തിയോടും കൂടെ വ്യാപരിക്കാൻ അവന് കൃപ നഷ്ടപ്പെട്ടിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ദേവാലയ നിർമ്മാണം കഴിഞ്ഞപ്പോൾ പച്ചയായ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിൽ ആ മകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 2 ദിനവൃത്താന്തം 6-ാമത്തെ അധ്യായത്തിൽ. അതിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. 18 തൊട്ട് 21 വരെ വാക്യങ്ങൾ. എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുമോ? സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും അവിടത്തേക്ക് മതിയാകുമോ? പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയം എന്തുണ്ട്? എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കണമേ. അവിടുത്തെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷയും സ്വീകരിക്കണമേ. കണ്ണ് തുറന്ന്
ഈ ആലയത്തെ രാപകൽ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഈ സ്ഥലത്ത് അങ്ങയുടെ നാമം സ്ഥാപിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ ജനമായ ഇസ്രായേലും ഈ ദാസനും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അങ്ങയുടെ വാസസ്ഥാനമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഇങ്ങനെ തുടങ്ങി വലിയ ഒരു പ്രാർത്ഥന സോളമൻ ഹൃദയത്തിൻ്റെ പച്ചയായ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് മുമ്പിൽ അങ്ങോട്ട് ഹൃദയം നുറുങ്ങി സമർപ്പിക്കുക. അവന് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല, അവന് പ്രത്യേകിച്ച് കടബാധ്യതയില്ല, അവന് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും രാജ്യത്ത് പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഉള്ളിലൊരു സ്നേഹം ദൈവത്തോട്. ഇതെല്ലാം തന്നത് ദൈവമാണ്, ഇതെല്ലാം ഐശ്വര്യം ദൈവത്തിൻ്റെയാണ്, ഈ രാജ്യം ദൈവത്തിൻ്റെയാണ്, എല്ലാം ദൈവത്തിൻ്റെയാണ്. ദൈവമുണ്ട്, അവൻ പ്രാർത്ഥന കേൾക്കും. അവൻ്റെ ഹൃദയത്തിൽ ദൈവജ്ഞാനം നിറഞ്ഞു നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കത വേണോ? ദൈവജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടായത്? 7-ാമത്തെ അധ്യായം, അതിൽ 1-2 വാക്യങ്ങൾ. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹന ബലിവസ്തുവും മറ്റ് വസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു. കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അഗ്നി ഇറങ്ങി വന്ന് ദേവാലയം മുഴുവൻ ദൈവത്തിൻ്റെ അഗ്നി, വിശുദ്ധ അഗ്നി, അഭിഷേകത്തിൻ്റെ അഗ്നി അവിടെ അങ്ങോട്ട് ഇറങ്ങി നിറഞ്ഞു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി പൊതഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. Pray, the Lord will come to you. ആ സ്ഥലം പോലും ദൈവ സാന്നിധ്യം കൊണ്ട് പൂരിതമാകും. ഇതുമാതിരി പ്രാർത്ഥിച്ച ഒരു അമ്മയെ എനിക്ക് ഓർമ്മയുണ്ട്. ആ അമ്മയുടെ അനുഭവം. ഡെയ്സി, ഞാൻ വിയ്യൂർന്ന് വരുന്നു. 27 വർഷമായി എനിക്ക് ശ്വാസം മുട്ടായിരുന്നു. അങ്ങനെ 2009 ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ അതിൽ കണ്ടത് എൻ്റെ ലങ്സിൽ 4 മുഴയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ആകെ കരച്ചിലായി. ഞാൻ പറഞ്ഞു സാരില്ല, ദൈവം തന്ന സമ്മാനമല്ലേ, സാരില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഞായറാഴ്ച 8:30 കാണുന്ന അഭിഷേകാഗ്നിയിൽ ഞാൻ എല്ലാ ഞായറാഴ്ച രാത്രി 8:30 മുതൽ 9 വരെ അഭിഷേകാഗ്നി ടെലിവിഷനിലൂടെ വരുന്നു, വീട്ടിൽ വരുന്നു. ആ അഭിഷേകാഗ്നി വീട്ടിലിരുന്നാണ് കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, എൻ്റെ വീട്ടിലെ ഗൃഹനാഥയായിട്ട് ഞാനാണല്ലോ ഉള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരാ ഉണ്ടാകുക? നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹം തരണേ, അത്ഭുതം കാണിച്ചു തരണേ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി കോവൈ മെഡിക്കൽ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റിന് പോകുകയായിരുന്നു. പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടു. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും കിട്ടാൻ വഴിയില്ല കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ അവസാനമായിട്ട് എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റ് ഇറങ്ങി പോവാണ്. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നാളെ ഞാൻ എങ്ങനെയോ വരാമെന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ. എന്നെ വെക്കേണ്ടത് ബെഡ്റൂമിൽ മാത്രം വെച്ചാൽ മതി, കൊണ്ടുപോകുന്ന നേരത്തെ മാത്രം ഫ്രണ്ടിൽ വെച്ചാൽ മതി കേട്ടോ എന്നൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ വെക്കണ്ടെന്നുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് പറഞ്ഞ് ഞങ്ങൾ കോവൈ മെഡിക്കൽ സെന്ററിലേക്ക് പോയി. അവിടെ ട്രീറ്റ്മെന്റിന് മുൻപ് ഡോക്ടർ പറഞ്ഞു നമുക്ക് എല്ലാം അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഒന്നുകിൽ കിട്ടും അല്ലെങ്കിൽ പോകും, അത്രയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ധൈര്യമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോന്നിരിക്കണേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് കയറി കിടന്നു. 5 ഡോക്ടർമാർ കൂടെ വന്ന് സ്കാൻ ചെയ്യാൻ കിടത്തി. കുറച്ച് കഴിഞ്ഞ് സ്കാനിൻ്റെ മെഷീൻ ഓഫ് ചെയ്തു. അപ്പോഴും എൻ്റെ ഉള്ളിൽ മരണം ആണ് പ്രതീക്ഷ. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു ഒറ്റ മുഴ പോലും കാണുന്നില്ല, എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10-27 വർഷമായി ഉണ്ടായിരുന്ന ഒരു ചരിത്രമാണ് രോഗത്തിന്. അത് 4 മുഴകൾ ലങ്സിൽ വന്നത്. അതാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം എന്ന് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചിരുന്ന സ്കാനിങ് ചെയ്ത് നോക്കുമ്പോൾ ഒരൊറ്റ മുഴയില്ല. കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാള
യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം തിരുലിഖിതം. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവമക്കളെ, ദൈവവചനം ഇതാ ഈ നിമിഷം ഒരു കാര്യം ഞാൻ നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം ഈ വചനത്തിന് ആമുഖമായി പറയുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യം: ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുക. കളങ്കമില്ലാത്തൊരു പച്ച നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക, പ്രാർത്ഥിക്കുക. വലിയ വലിയ മുരട്ട് തത്വങ്ങളും മുരട്ട് ചിന്തകളും വലിയ വലിയ തത്വശാസ്ത്രങ്ങളും വെച്ചിട്ട് ആ ഒരു തൂക്ക് കട്ടയ്ക്കകത്ത് ആ ഒരു ത്രാസിൽ കർത്താവിനെ തൂക്കാൻ വേണ്ടി നിൽക്കരുത്. കളങ്കമന്യേ കർത്താവിനെ അന്വേഷിക്കുക. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുക. ഓരോ പ്രാർത്ഥനയും കർത്താവിനെ തേടലാണ്. ഓരോ ആത്മീയ ശുശ്രൂഷകളും കർത്താവിനെ അന്വേഷിക്കലാണ്. കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണത്. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, കർത്താവിന് മുമ്പിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഇതാ ഈ നിമിഷം ആത്മാവ് തൊട്ട് വിളിക്കുകയാണ്. കളങ്കമന്യേ കർത്താവിനെ ധ്യാനിക്കുക. നിഷ്കളങ്കതയോടെ കർത്താവിന് മുമ്പിൽ നിന്റെ ഹൃദയത്തെ നീ കൊണ്ടുവരിക, നീ പ്രാർത്ഥിക്കുക. The Lord will come to you. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുരുട്ടുബുദ്ധി, വികടബുദ്ധി, ദുർബുദ്ധി, നിർബന്ധ ബുദ്ധി, എതിർബുദ്ധി, മത്സരബുദ്ധി, കർത്താവിന് മുമ്പിൽ കൊമ്പ് കോർക്കുന്ന, കർത്താവിനോട് വിമത സ്വഭാവം കാണിക്കുന്ന എതിർബുദ്ധി ഈ സർവ്വ മണ്ഡലങ്ങളിലേക്ക് കൃപയങ്ങോട്ട് നിറയട്ടെ. വരണ്ട ഭൂമി വെള്ളപ്പൊക്കം കൊണ്ട് കുതിരുന്നത് പോലെ കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ മുരട്ട ചിന്തകളും നമ്മുടെ വരണ്ട ചിന്തകളും എല്ലാം നിറഞ്ഞ് അഭിഷേകം കൊണ്ട് പൂരിതമാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി, ഓ ദൈവമേ കൃപ ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ, ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. സ്വരം ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ, ചൊരിയണമേ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഇതാ സർവ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അഭിഷേകാഗ്നിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കോളേജ് സ്റ്റുഡൻസിനെ പ്രത്യേകം സമർപ്പിക്കുന്നു. മനപ്രയാസമുള്ളവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, സാത്താൻ ഹൃദയം അടച്ചു കളഞ്ഞ മക്കള് സർവരെയും കൊണ്ടുവരികയാണ്. കർത്താവേ, കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്നു, കുടുംബനാഥകളെ സമർപ്പിക്കുന്നു, ദേശവാസികളെ സമർപ്പിക്കുന്നു. ദൈവത്തെ നിഷ്കളങ്കതയോടെ അന്വേഷിക്കാനുള്ള കൃപ നഷ്ടപ്പെട്ടു പോയ നിർഭാഗ്യ മക്കളെ സമർപ്പിക്കുന്നു. ഓരോ മകനെയും മകളെയും തുടരണമേ കർത്താവേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ, കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ,
Praise the Lord. Praise the Lord. സ്ഥിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര സ്നേഹമായി സ്നേഹകൂടാരമായി എന്നിലലിയാനണയും തമ്പുരാനേ നിൻ സ്നേഹമോർത്താൽ മതി വരുമോ ഓ സ്ഥിതൻ രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര കാരുണ്യമായി അണയുന്ന സ്നേഹമേ ഉദാശയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ തകർന്ന സർവ്വ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗങ്ങൾ ആധിപത്യം പുലർത്തി മാറി മാറി വ്യാധികളും വലിയ തരത്തിലുള്ള ശാരീരിക തകർച്ചകൾ നിമിത്തം കണ്ണുനീരൊഴുകുന്ന സർവ്വ മക്കളെയും യേശുവേ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ജന്മനാ ഓട്ടിസമുള്ള കുട്ടികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ എക്സീമ ബാധിച്ചുള്ള കുട്ടികളെ സമർപ്പിക്കുന്നു. കർത്താവ് യേശുവെ ആസ്മ, അപസ്മാരം, പഠന തടസ്സങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, കർത്താവെ സർവ്വ രോഗാവസ്ഥയുള്ളവരെ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ സഹായിക്കണമേ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിന്മീതെ ഇപ്പോ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിന്മീതെ ഇപ്പോ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിൽ ഒഴുകട്ടെ. കർത്താവേ ഈ സമയം അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവേ ദൈവമേ മാനസിക രോഗമുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ബുദ്ധി സംബന്ധമായ വിഭ്രംശങ്ങളുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ കഠിനമായ മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ ചികിത്സ ചെയ്ത് മടുത്ത് ചികിത്സ ഫലിക്കാത്ത ശരീരങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗമുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവെ ശരീരം മുഴുവൻ പ്രത്യേക തരത്തിലുള്ള ട്യൂമർ ബാധിച്ചവർ, ഗർഭാശയ മുഴകളുള്ളവർ, സർവ്വ വേദന നിറഞ്ഞ സർവ്വ മക്കളുടെ മേലും യേശുവേ ഇപ്പോൾ അവിടുന്ന് വ്യാപരിക്കണമേ, സൗഖ്യം നൽകണമേ. യേശുവിന്റെ രക്തത്താൽ മോചിതരാകട്ടെ. പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ. യേശുവിന്റെ രക്തത്താൽ മോചിതരാകട്ടെ. പാപത്തിന്റെ കെട്ടുകളെല്ലാം തകർന്നു വീഴട്ടെ. വചനശക്തിയാ സാത്താൻ സൈന്യം ബന്ധിതനാകട്ടെ. ക്രൂസിൻ കീഴെ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ. വചനശക്തിയാ സാത്താൻ സൈന്യം ബന്ധിതനാകട്ടെ. ക്രൂസിൻ കീഴെ തിന്മകൾ കത്തിച്ചാമ്പലാകട്ടെ. രോഗികളെ സുഖം
ആക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി ദൈവജനത്തിന്മീതെ പോ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിലൊഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിലൊഴുകട്ടെ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിലൊഴുകട്ടെ. സൗഖ്യം വിടുതൽ ഇന്നീ ജനതയിലൊഴുകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം ഈ നിമിഷങ്ങളിൽ സ്വീകരിക്കുകയാണ്. കിടക്കുന്ന രോഗികൾ, ശരീരം തളർന്നവർ, രോഗാവസ്ഥയുള്ളവര്, സർവ്വ മക്കൾ ഇപ്പോൾ കരയെ തുടങ്ങി പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി യേശുനാമത്തെ ഉറക്കെ വിളിക്കുന്നു. യേശു